മക്കളെ, ഈ വർഷത്തെ നീറ്റ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. ഞാൻ ആ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിലാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. 2025 നീറ്റ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ്. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജ് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് റോൾ നമ്പർ കാണാം, കുട്ടിയുടെ പേര് കാണാം, ജെൻഡർ, കാറ്റഗറി, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത്, ഏത് ഡോക്യുമെൻ്റാണ് രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്, അപ്ലിക്കേഷൻ നമ്പർ, അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി, സ്ക്രൈബ് ആവശ്യമുണ്ടെങ്കിൽ അത്, ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി, ഇതെല്ലാം ഉണ്ടാവും. റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും, താഴെ നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടാവും, ഇവിടെ ഒരു റോൾ നമ്പറിൻ്റെ ബാർകോഡ് ഉണ്ടാവും, ഇവിടെ ഒരു QR കോഡും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജിൽ ടോപ്പിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. സപ്പോസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ഇതിലേതെങ്കിലും ഇപ്പോൾ QR കോഡ് അല്ലെങ്കിൽ ബാർകോഡ് ഇതൊക്കെ വിസിബിൾ അല്ല, അല്ലെങ്കിൽ ആ സ്പേസ് ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നതെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഡൗൺലോഡ് ചെയ്യുക. ഇത് വരുന്ന രീതിയിൽ തന്നെ വേണം, അതായത് ബാർകോഡും QR കോഡും ഈ ഡീറ്റെയിൽസും ഒക്കെ വരുന്ന രീതിയിലുള്ള അഡ്മിറ്റ് കാർഡ് തന്നെ നിർബന്ധമായിട്ടും എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതേ പേജിൻ്റെ താഴേക്ക് വരുമ്പോൾ ടെസ്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം ഇംഗ്ലീഷാണ്, ചിലർക്ക് അത് ഇംഗ്ലീഷ് പ്ലസ് മലയാളം ആയിരിക്കും. ഈ രണ്ട് ഓപ്ഷനേ വരാനുള്ളൂ. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഓൾറെഡി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 4-ാം തീയതി, മെയ് 4-ാം തീയതിയാണ്. റിപ്പോർട്ടിംഗ് ടൈം നോക്കുക 11 മണിക്കാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ 11 മണിയാണ് പറഞ്ഞിരിക്കുന്നത്, രാവിലെ 11 മണിയാണ്. ഗേറ്റ് ക്ലോസിംഗ് ടൈം 1:30 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1:30 മുമ്പ് നിങ്ങൾ എന്തായാലും എത്തണം. അപ്പോൾ 11 മണിക്ക് ചെല്ലുക എന്നുള്ളതാണ് സേഫ്. അപ്പോൾ കുറച്ചും താമസിച്ചാൽ പോലും എന്തായാലും 1:30 കഴിഞ്ഞാൽ ഒരാളെയും അകത്ത് വിടില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ 11 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി ഈ കസ്റ്റം ഡ്രസ്സ്, അതായത് മതപരമായ വേഷങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇനിയിപ്പോൾ പെർമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ എന്തായാലും ഈ 11 മണിക്ക് എത്തുക. ഇപ്പോൾ ഈ കസ്റ്റമറി ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് നിർബന്ധമായിട്ടും അവർ തറവ് ചെക്കപ്പിൽ പോകേണ്ടതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ സമയത്ത് തന്നെ എത്തണം, മറക്കരുത്. ഗേറ്റ് ക്ലോസിംഗ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. എക്സാമിൻ്റെ ടൈമിംഗ് നോക്കുക, 2 മണി തുടങ്ങി 5 മണി വരെയാണ് എക്സാം. ഇതിൽ ടെസ്റ്റ് സെൻറ്റർ നമ്പറും ടെസ്റ്റ് സെൻറ്ററിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇതിലുണ്ട്. ഇതാണ് നിങ്ങളുടെ ആ ഫസ്റ്റ് പേജ്, അഡ്മിറ്റ് കാർഡിൻ്റെ രണ്ടാമത്തെ ആ താഴത്തെ സൈഡ്, മിഡിൽ സൈഡ് ഇങ്ങനെയാണ്. ഇനി അഡ്മിറ്റ് കാർഡിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഓൾറെഡി തന്നെ അവർ സാധാരണ ഇത് നമ്മൾ ഫില്ല് ചെയ്യുകയായിരുന്നു. ഇവിടെ ഓൾറെഡി തന്നെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കുട്ടിയുടെ പേരും റെസിഡൻറ്റ് ഓഫ് അഡ്രസ്സും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളാകെ ചെയ്യേണ്ടത് ഇത് വായിച്ചിട്ടുണ്ട്, ഈ ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളാകെ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. അപ്പോൾ ഏത് ഫോട്ടോ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മേലെ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ മേലെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു ഫോട്ടോ ഓൾറെഡി പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ഫോട്ടോ തന്നെയാണ് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, സെൻട്രലല്ല, വീട്ടിൽ നിന്ന് തന്നെ പേസ്റ്റ് ചെയ്യണം. ഇത് ഓൾറെഡി പേസ്റ്റ് ചെയ്യണം. ഇനി ഇവിടെ നോക്കുക, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനാണ്. ഇത് നിങ്ങൾ എവിടെ നിന്ന് വെക്കണം, വീട്ടിൽ നിന്ന് തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ. നമ്മളിപ്പോൾ അക്ഷയയിലോ മറ്റോ ആണ് പോയി എടുക്കുന്നതെങ്കിൽ അവിടുത്തെ തമ്പുപാട് ഉപയോഗിച്ച്, പെന്നിൻ്റെ ഇങ്കൊന്നും വെച്ച് ചെയ്യാതെ കുറച്ചുകൂടി ക്ലിയർ ആയി കിട്ടണമെങ്കിൽ തമ്പുപാട് ഉപയോഗിച്ച് അതിൽ പ്രസ് ചെയ്തിട്ട് ഏകദേശം ഇങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വെർട്ടിക്കലി എടുക്കാതിരിക്കുക, പാരലി തന്നെ ഇങ്ങനെ തന്നെ ഈ ഇതിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തമ്പ് ഇംപ്രഷനിൽ ആ ഫിംഗറിൻ്റെ ലൈനുകളൊക്കെ ക്ലിയർ ആണോ എന്ന് നോക്കുക. ഇവിടെ സിഗ്നേച്ചർ ഇടേണ്ടതാണ്, ഇത് നിങ്ങൾ ഇടരുത്. ഇത് ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ് ഇടേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ. ഇൻവിജിലേറ്റർ പറയുമ്പോഴേ സൈൻ ചെയ്യാവൂ. അപ്പോൾ അതോടെ നമ്മുടെ ഫസ്റ്റ് പേജ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പേജ് നോക്കുക. രണ്ടാമത്തെ പേജിൻ്റെ തുടക്കം തന്നെ ഇങ്ങനൊരു ബോക്സ് ആണ്. അതായത് ഇവിടെ നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ളതാണ്. ഏത് പോസ്റ്റ് കാർഡാണെന്ന് വെച്ചാൽ അന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്ത അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോയുടെ പോസ്റ്റ് കാർഡ് സൈസാണ് ഇവിടെ ഒട്ടിക്കേണ്ടത്. ഇപ്പോൾ ചിലർക്ക് ആ പ്രിൻ്റ് എടുത്തപ്പോൾ ആ കോളം ചെറുതൊക്കെ ആണെങ്കിൽ അതൊന്ന് വലുതാക്കാം, അതിൽ പ്രശ്നങ്ങളില്ല. ഈ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള വലുപ്പത്തിൽ ആ കോളം അവർ കഫേയിലൊക്കെ ചെന്നാൽ അവർ ചെയ്തു തരും. ഇവിടെ നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. ഈ രണ്ടാമത്തെ പേജിൽ പോസ്റ്റ് കാർഡിൻ്റെ താഴെയും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസിൻ്റെ താഴെയും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും റോൾ നമ്പരും കാൻഡിഡേറ്റിൻ്റെ പേരും ടൈമിങ്ങും അപ്ലിക്കേഷൻ നമ്പറും ഒക്കെ ഉണ്ട്, പേരൻറ്റിൻ്റെ പേരും ഒക്കെ ഉണ്ട്. ഇവിടെയും ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചറിന് സ്ഥലമുണ്ട്, ഇവിടെയും ഉണ്ട്. ഇവിടെ ഈ സിഗ്നേച്ചറും എന്ത് തന്നെയാണ്, ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ പ്രസൻസ് ഓഫ്. അപ്പോൾ നിങ്ങൾ 2 ഷീറ്റിലും, അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് ഷീറ്റിലും അഡ്മിറ്റ് കാർഡിൻ്റെ സെക്കൻഡ് ഷീറ്റിലും നിങ്ങൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ ചെയ്യാവൂ, വീട്ടിൽ നിന്ന് ചെയ്യരുത്. വീട്ടിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ ഫോട്ടോ ഒട്ടിക്കുക, അതിൻ്റെ റൈറ്റ് സൈഡിൽ തമ്പ് ഇംപ്രഷൻ എടുക്കുക, ഒന്നാമത്തെ പേജിൻ്റെ താഴെ. ഇനി ഇൻസ്ട്രക്ഷൻസ് നോക്കാതെ കാൻഡിഡേറ്റ് ഈസ് ടു പേസ്റ്റ് ദ ലേറ്റസ്റ്റ് കളേർഡ് പോസ്റ്റ് കാർഡ്. അതായത് ഈ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഈ സ്പേസിൽ ഒട്ടിക്കണം, ഇൻസ്ട്രക്ഷൻസിലാണ്. രണ്ടാമത്തേത്, ഇൻവിജിലേറ്റർ ഷാൽ എൻഷുവർ ദ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഓൺ ദിസ് പേജ് മാച്ച് വിത്ത് ദ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് ഓൺ പേജ് നമ്പർ 1. അതായത് അഡ്മിറ്റ് കാർഡിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ ഫോട്ടോയും ഉണ്ട്, സിഗ്നേച്ചറും ഉണ്ട്. ആ ഫോട്ടോയും ആ സിഗ്നേച്ചർ തന്നെയാണോ ഇവിടെ എന്ന് ഇൻവിജിലേറ്റർ ചെക്ക് ചെയ്യും. എന്നിട്ട് കാൻഡിഡേറ്റ് ടു സൈൻ അക്രോസ് എ ഫോട്ടോഗ്രാഫ് ഓൺ ലെഫ്റ്റ് സൈഡ്. അതായത് അഡ്മിറ്റ് കാർഡ് ഈ എക്സാം ഹോളിൽ വെച്ച് നിങ്ങളുടെ ഫോട്ടോയുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളെ കൊണ്ട് ഫോട്ടോയ്ക്ക് ക്രോസിൽ സൈൻ ചെയ്യിക്കും. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഇൻവിജിലേറ്ററും സൈൻ ചെയ്യും. ഓക്കെ,
ഇനി ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദ കാൻഡിഡേറ്റ് ടു ബ്രിങ് ദ പേജ് ഓഫ് അഡ്മിറ്റ് കാർഡ് വിത്ത് പേസ്റ്റഡ് ഫോട്ടോഗ്രാഫ്. ഇങ്ങനെ ഫോട്ടോ പേസ്റ്റ് ചെയ്ത അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരണമെന്ന് നിർബന്ധമാണ്. ഇഫ് ഹി ഓർ ഷീ ഡസ് നോട്ട് ബ്രിങ് ദിസ് ദെൻ ഹി ഓർ ഷീ വിൽ നോട്ട് ബി ഏബിൾ ഓർ അലൗഡ് ടു സിറ്റ് ദ എക്സാമിനേഷൻ ഹോൾ. അതായത് ഈ പേജ് അഡ്മിറ്റ് കാർഡിൻ്റെ പേജ് നമ്പർ 1 നമ്മൾ നേരത്തെ കാണിച്ച പേജും ഈ പോസ്റ്റ് കാർഡുള്ള ഈ രണ്ട് പേജും നിർബന്ധമായിട്ട് നിങ്ങൾ എക്സാം ഹോൾ. ഇതാണ് അഡ്മിറ്റ് കാർഡിൻ്റെ മെയിൻ 2 പേജ്. ഇതിന് ശേഷമുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 2 പേജ് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. ആദ്യത്തെ പേജിൽ ഫോട്ടോ ഉണ്ടാവണം, രണ്ടാമത്തെ പേജിലും ഫോട്ടോ ഉണ്ടാവണം. ഇനി മറ്റ് ഇൻസ്ട്രക്ഷൻസിലേക്ക് വരുന്നു. ഇതിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല, കാരണം ചിലതൊക്കെ നോർമൽ കേസാണ്. ഇതിൽ ഒന്നാമത്തെ നോക്കുക, ദ കാൻഡിഡേറ്റ് മസ്റ്റ് റീച്ച് ദ സെന്റർ അറ്റ് ദ ടൈം ഇൻഡിക്കേറ്റഡ് അഗെയിൻസ്റ്റ് റിപ്പോർട്ടിംഗ് ഓർ എൻട്രി ടൈം. ആ ടൈമിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക. നോ കാൻഡിഡേറ്റ് ഷാൽ ബി പെർമിറ്റഡ് ടു എൻ്റർ ദ സെന്റർ ആഫ്റ്റർ ദ ഗേറ്റ് ക്ലോസിംഗ്. ഗേറ്റ് ക്ലോസിംഗ് കഴിഞ്ഞാൽ പെർമിറ്റ് ചെയ്യില്ല. നോ കാൻഡിഡേറ്റ് ഷാൽ ബി പെർമിറ്റഡ് ടു ലീവ് ദ എക്സാം ഹോൾ ഓർ റൂം ബിഫോർ ദ എൻഡ് ഓഫ് എക്സാമിനേഷൻ. എക്സാമിനേഷൻ കഴിയാതെ പുറത്തു വിടില്ല. ഓക്കെ. പിന്നെ ബാക്കി ഇൻവിജിലേറ്ററിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇൻവിജിലേറ്റർ പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഇനി ദിസ് അഡ്മിറ്റ് കാർഡ് കൺസിസ്റ്റ് ഓഫ് 3 pages. ഒന്നാമത്തെ പേജ് സെൻഡർ ഡീറ്റെയിൽ ആൻഡ് സെൽഫ് ഡിക്ലറേഷൻ. ഈ സെൽഫ് ഡിക്ലറേഷൻ അഥവാ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരും വീട്ടുപേരും ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ ആ ഫോട്ടോ പേസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് പേജിൽ ഫോട്ടോ പേസ്റ്റ് ചെയ്യുന്നതിൻ്റെ മേലെ കൊടുത്തിരിക്കുന്നതാണ് അണ്ടർടേക്കിംഗ്. അത് ഓൾറെഡി പ്രിന്റഡ് ആണ്, നിങ്ങൾ താഴെ സൈൻ ചെയ്യുന്നുണ്ട്. ഇനി പേജ് 2 ഹാസ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ആൻഡ് പേജ് 3 ഹാസ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. ഇതിൽ ഈ മൂന്നാമത്തെ പേജ് നിർബന്ധമല്ല. ഓക്കെ. ദ കാൻഡിഡേറ്റ് ഹാസ് ടു ഡൗൺലോഡ് ഓൾ പേജസ്. ഇതിൽ എല്ലാ പേജും ഡൗൺലോഡ് ചെയ്യണം. ഇതിൽ മൂന്നാമത്തെ പേജ് നിങ്ങൾ അഡ്മിറ്റ് കാർഡിന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകാം. അത് കൊണ്ടുപോയില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി 2 പേജുകൾ നിർബന്ധമാണ്. ഓക്കെ. അടുത്തത്, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു വെരിഫൈ ദ ലൊക്കേഷൻ ഓഫ് എക്സാം വെന്യൂ. അതായത് ഒരു ദിവസം മുമ്പെങ്കിലും ആ വെന്യൂ അത് ഓൾറെഡി എക്സാം സിറ്റി ഡിക്ലെയർ ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ എക്സാം സെന്റർ ഒന്ന് വേണമെങ്കിൽ കൺഫേം ചെയ്യാനുള്ള സമയമുണ്ട്. Then no candidates would be allowed to enter the exam center without admit card. അഡ്മിറ്റ് കാർഡ് നിർബന്ധമാണ്. 2 വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. മെയിൻലി ആധാർ. നിങ്ങൾക്ക് അതല്ലാത്തതും ഉപയോഗിക്കാം, എങ്കിലും വാലിഡ് ID പ്രൂഫായിട്ട് ആധാർ ആയിരിക്കും ബെറ്റർ. ആൻഡ് പ്രോപ്പർ ഫ്രിസ്കിംഗ്, ഒരു ചെക്കിംഗ് പ്രോസസ്സ് ഉണ്ടാവും. അതായത് നിങ്ങൾ ഡ്രസ് കോഡിൻ്റെ ഒക്കെ, അതായത് ഹാഫ് കൈ ഷർട്ട് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കും. Then candidates will be permitted to carry only the following items. ഇത് മാത്രമേ നിങ്ങളെ പെർമിറ്റ് ചെയ്യൂ. എന്തൊക്കെ? പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ. നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വാങ്ങി അതിൻ്റെ സ്റ്റിക്കർ ഒഴിവാക്കി ഉപയോഗിക്കാം. അഡീഷണൽ ഫോട്ടോഗ്രാഫ് സെയിം ആസ് അപ്ലോഡഡ് ഇൻ ആപ്ലിക്കേഷൻ ഫോം പേസ്റ്റഡ് ഓൺ അറ്റൻഡൻസ് ഷീറ്റ്. അതായത് അറ്റൻഡൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടി നിങ്ങളൊരു ഫോട്ടോ കൊണ്ടുപോകണം. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഓൾറെഡി പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന, നിങ്ങൾ താഴെ ഒട്ടിക്കുന്ന അതേ ഫോട്ടോ ആയിരിക്കണം. ഇപ്പോൾ ഡേറ്റ് ഒന്നും പ്രശ്നമില്ല. മേലെ ഡേറ്റ് ഉള്ള ഫോട്ടോ ആണ്, അതുകൊണ്ട് താഴെ ഡേറ്റ് വേണം എന്നും നിർബന്ധമില്ല. അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ കുറയുമെന്ന് മാത്രം. ഓക്കെ. അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം. അഡ്മിറ്റ് കാർഡ് എലോങ് വിത്ത് സെൽഫ് ഡിക്ലറേഷൻ. ഇതായത് ആ ഒന്നാമത്തെ പേജ്, നമ്മൾ സൈൻ ചെയ്യുന്ന പേജ്. അതേപോലെ തന്നെ ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങളൊരു കളർ പ്രിന്റ് ഔട്ട് എടുക്കുകയായിരിക്കും ബെറ്റർ. ഇത് കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബെറ്റർ കളർ ആയിരിക്കും. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ബിഫോർ റീച്ചിങ് ദ സെന്റർ ദ കാൻഡിഡേറ്റ് മസ്റ്റ് എൻ്റർ ദ റിക്വയർഡ് ഡീറ്റെയിൽ ആൻഡ് അണ്ടർടേക്കിംഗ്. അതായത് നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ്, ഇത് എഴുതാനൊന്നുമില്ല, ഓൾറെഡി അവിടെ പ്രിന്റ് ചെയ്ത് വന്നുകൊണ്ട് ഇത് നമുക്ക് അപ്ലിക്കബിൾ അല്ല. പിന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്ക്രൈബ് റിലേറ്റഡ് ഡോക്യുമെന്റും കൊണ്ടുപോകാം. അടുത്തത്, കാൻഡിഡേറ്റ് ഷുഡ് പുട്ട് ദെയർ സിഗ്നേച്ചർ ആൻഡ് പേസ്റ്റ് ദ ഫോട്ടോഗ്രാഫ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ്. അവിടെ വെച്ച് ഇൻവിജിലേറ്റർ നിങ്ങളോട് പറയും നിങ്ങളുടെ ഫോട്ടോ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനുള്ളതും സൈൻ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ പറയും. അവിടെ വെച്ച് സൈൻ ചെയ്യാവൂ. അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ നിങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റിലും ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ തമ്പ് ഇംപ്രഷൻ എടുക്കണം. ബാക്കി ഇവിടുത്തെ ഈ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുമ്പോൾ ഉള്ള തമ്പ് ഇംപ്രഷൻ നമ്മൾ എടുത്തിട്ടാണ് പോകുന്നത്. ഇനി അടുത്തത്, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു ബ്രിങ് ദ അപ്ഡേറ്റഡ് കോപ്പി ഓഫ് ദെയർ ആധാർ കാർഡ്. മെയിൻലി ആധാർ കാർഡാണ്. ഇനി ആധാർ കാർഡ് അല്ലാതെ നമ്മൾ അഡ്മിറ്റ് കാർഡിൻ്റെ തുടക്കത്തിൽ കാണിച്ചു ഏതാണ് വെരിഫിക്കേഷൻ വേണ്ടി ഉപയോഗിച്ച ഡോക്യുമെന്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ ആധാർ കാർഡ് എന്നാണെങ്കിൽ ആധാർ കാർഡ് തന്നെ കൊണ്ടുപോകുക. അവിടെ എന്താണോ നിങ്ങൾ ഉപയോഗിച്ച ആ ഡോക്യുമെന്റ് ആണ് കൊണ്ടുപോകേണ്ടത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആധാർ കാർഡ് എന്തായാലും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇനി അടുത്തത്, കാൻഡിഡേറ്റ്സ് ആർ നോട്ട് അലൗഡ് ടു ക്യാരി എനി പേഴ്സണൽ ബിലോങ്ങിങ്സ്. ഇലക്ട്രോണിക് ഡിവൈസുകൾ, മൊബൈൽ ഫോൺ ഒന്നും പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ പൊതുവാർത്തിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാച്ച്, ആഭരണങ്ങൾ ഒക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ബ്ലാങ്ക് പേപ്പർ ഷീറ്റ് ഫോർ റഫ് വർക്ക് വിൽ നോട്ട് ബി പ്രൊവൈഡഡ്. സാധാരണ എല്ലാ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലും നമുക്ക് റഫ് വർക്കിന് ഒരു ഷീറ്റ് അവർ തരും. ഇതവിടെ ഉണ്ടാവില്ല, കാരണം ഇത് പെൻ ആൻഡ് പേപ്പറാണ്. അപ്പോൾ റഫ് വർക്ക് ഈസ് ഡൺ ഓൺ ദ സ്പേസ് പ്രൊവൈഡഡ് ഫോർ ദ പർപ്പസ് ഇൻ ടെസ്റ്റ് ബുക്ക്ലെറ്റ്. ബുക്ക്ലെറ്റിൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് റഫ് വർക്കിന് സ്പേസ് ഉണ്ട്, അവിടെ ചെയ്യാവൂ. അടുത്തത്, ഓൺ കംപ്ലീഷൻ ഓഫ് ദ ടെസ്റ്റ് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാൻഡ് ഓവർ ദ OMR ഷീറ്റ്. OMR ഷീറ്റ് നിങ്ങൾ ഇൻവിജിലേറ്ററെ ഏൽപ്പിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും അവർ വാങ്ങി വെക്കും. ഓക്കെ. അതുകൊണ്ട് അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കോപ്പി വീട്ടിലെടുത്ത് സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്തിട്ടാലും മതി, പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ദെൻ നോ ബയോ ബ്രേക്ക് വിൽ ബി അലൗഡ്. എപ്പോഴാണ് പെർമിറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, എപ്പോഴാണെന്ന് കൂടി പറയുന്നത്, ഫസ്റ്റ് 1 hour, ആദ്യ 1 മണിക്കൂറിലും അതേപോലെ അവസാന അരമണിക്കൂറിലും ലാസ്റ്റ് ഹാഫ് ആൻ അവർ.
എക്സാം തുടങ്ങിയ ആദ്യം 1 മണിക്കൂറും എക്സാം തീരുന്ന അവസാനത്തെ അരമണിക്കൂറും നിങ്ങൾക്ക് ബയോ ബ്രേക്ക് ഉണ്ടാവില്ല. അതിനിടയ്ക്ക് നിങ്ങൾക്ക് വെളിയിൽ പോകാം. പക്ഷേ ഒരു പ്രാവശ്യം നിങ്ങൾ ബയോ ബ്രേക്കിന് വെളിയിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ വീണ്ടും ബയോമെട്രിക് ചെക്കിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടോയ്ലറ്റിലോ മറ്റോ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ഫ്രിസ്കിങ് ഉണ്ടാവും എന്ന് ഓർക്കുക. അപ്പോൾ സമയം പോവും. അതുകൊണ്ട് തീരെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത സാഹചര്യമാണെങ്കിൽ മാത്രം അത് ഒപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഡ്രസ് കോഡിൻ്റെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഡ്രസ് കോഡ് നമ്മൾ സാധാരണഗതിയിൽ ഹാഫ് കൈ ഉപയോഗിക്കാം, ഫുൾ കൈ ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ ഷൂസ് ഉപയോഗിക്കാതിരിക്കുക, ഹൈ ഹീൽ ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക, ആഭരണങ്ങൾ മെറ്റൽ പാർട്ടുകളൊന്നും ബോഡിയിൽ ഉണ്ടാവാതിരിക്കുക, അതുപോലെ ഡ്രസ്സിലാണെങ്കിൽ വലിയ പ്രിന്റുകൾ ഉണ്ടാവാതിരിക്കുക, അതുപോലെ വലിയ ലെയറുകളുള്ളത്, അതൊരു സിമ്പിൾ ഡ്രസ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ ചുരുക്കി ഞാൻ പറയുന്നു എന്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് ഹോളിൽ കൊണ്ടുപോകാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ഒന്ന് ഒരു വാലിഡ് അഡ്മിറ്റ് കാർഡ്, ഒരു അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. ഈ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ ഒരു ID പ്രൂഫ് ഉണ്ടാവണം, പ്രിഫറബിളി ആധാർ, മെയിൻലി അത് ആധാർ ആയിരിക്കും. ഓക്കെ, ആധാർ അല്ലാത്ത ചില റയർ കേസസേ ഉള്ളൂ, അവരും ആധാർ കയ്യിലുണ്ടെങ്കിൽ അത് കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫുകളാണ്. ഈ ഫോട്ടോഗ്രാഫുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത് 2 എണ്ണം വേണം. ഒരെണ്ണം നിങ്ങളവിടെ പേസ്റ്റ് ചെയ്തു, ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പിന്നെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഉണ്ട്, അത് നിങ്ങളവിടെ പേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ടോട്ടൽ 3 ഫോട്ടോഗ്രാഫ് ഉണ്ട്. ഒരു പാസ്പോർട്ട് അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജിൽ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ, ഒരു പോസ്റ്റ് കാർഡ് അഡ്മിറ്റ് കാർഡിൻ്റെ സെക്കൻഡ് പേജിൽ. അപ്പോൾ അഡ്മിറ്റ് കാർഡായി, ID പ്രൂഫായി, ഫോട്ടോഗ്രാഫായി, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോവാം. ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുപോവേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നീറ്റിൻ്റെ എക്സാമിന് കൊണ്ടുപോവേണ്ട ഡോക്യുമെൻറ്റുകളും അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ആയാൽ ത്രൂ വാട്സപ്പ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.